നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സരസ്വതി. നമ്മളിന്ന് ലെൻസ് അതിനെക്കുറിച്ചാണ് പറയാൻ പോണത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ലെൻസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് ലെൻസിൽ നടക്കുന്ന പ്രതിഭാസം, അതായത് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയും. എന്താണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും. അതായത് ഇപ്പോൾ വായുവിൽ നിന്ന് ജലത്തിലേക്ക് അല്ലെങ്കിൽ വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് അങ്ങനെ കടക്കുമ്പോൾ ആ ബൗണ്ടറിയിൽ വെച്ചിട്ട് അതിൻ്റെ പാത വ്യതിചലിക്കും അല്ലെങ്കിൽ മാറും. ആ പ്രതിഭാസമാണ് അപവർത്തനം. അപ്പോൾ ഈ അപവർത്തനത്തിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തരംഗദൈർഘ്യത്തിലുള്ള വ്യത്യാസം, അതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറ്റം വരും. അപ്പോൾ ഇതൊക്കെയാണ് അപവർത്തനത്തിന് കാരണം. അപ്പോൾ അത് പ്രിസം എടുക്കുമ്പോൾ കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ലെൻസ് ഗോളോപരിതലങ്ങളോട് കൂടിയ സുതാര്യ മാധ്യമമാണ് ലെൻസ് എന്ന് പറയുന്നത്. അതായത് ഗോളങ്ങളുടെ ഉപരിതലത്തോട് കൂടിയിട്ടുള്ള സുതാര്യമായിട്ടുള്ള, അതായത് പ്രകാശം കടത്തിവിടുന്ന മാധ്യമമാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് എന്ത് ലെൻസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് രണ്ട് തരമുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. അപ്പോൾ കോൺവെക്സ് ലെൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുഭാഗം അല്ലെങ്കിൽ മധ്യഭാഗം കനം കൂടിയത്, അരികുകൾ അല്ലെങ്കിൽ വക്കുകൾ കനം കുറഞ്ഞത്. ഇനി കോൺകേവ് ലെൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുഭാഗം കനം കുറഞ്ഞത്, അരികുകൾ അല്ലെങ്കിൽ അറ്റങ്ങൾ വക്കുകൾ അത് കനം കൂടിയത്, അതാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി കോൺവെക്സ് ലെൻസിൽ കൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ആ പ്രകാശത്തെ കോൺവെക്സ് ലെൻസ് അടുപ്പിക്കും, അങ്ങനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും. ഇവിടെ കണ്ടു. അപ്പോൾ ഇതാണ് കോൺവെക്സ് ലെൻസ്. പ്രകാശം കണ്ടു ലെൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ അപവർത്തനം സംഭവിക്കുന്നു. കണ്ടു, അതിൻ്റെ പാത മാറുന്നത് കണ്ടു, ഇതിൻ്റെ ഉള്ളിൽ മാറിയത് കണ്ടു. അപ്പോൾ ഇവിടെ വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് കിടക്കുന്നത്, പിന്നെ ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് കിടക്കണം, വീണ്ടും പാത മാറുന്നു. അപ്പോൾ അപവർത്തനം. അപ്പോൾ ഇവിടെ കണ്ടു. അപ്പോൾ ഈ പ്രകാശത്തെ ഈ കോൺവെക്സ് ലെൻസ് ഒരു ബിന്ദുവിൽ ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കും. അപ്പോൾ ഇതാണ് കോൺവെക്സ് ലെൻസ് ചെയ്യുന്നത്. ഇനി കോൺകേവ് ലെൻസ് ആണെങ്കിൽ പ്രകാശം കോൺകേവ് ലെൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം ഉണ്ടായിട്ട് കണ്ടു പ്രകാശരശ്മികൾ അകന്നു പോവുകയാണ് ചെയ്യണത്, അകന്നു പോവും. പക്ഷെ അതൊരു ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. നമുക്കിത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അതൊരു ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഈ ലെൻസിനെ കോൺകേവ് ലെൻസ് എന്ന് പറയും. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി കോൺവെക്സ് ലെൻസ് നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ അക്ഷരങ്ങളൊക്കെ വായിക്കാനായിട്ട് ലാബിലൊക്കെ റീഡിങ് എടുക്കാനുള്ള റീഡിങ് ലെൻസ് അല്ലെങ്കിൽ ഹാൻഡ് ലെൻസ് ആയിട്ടൊക്കെ ഉപയോഗിക്കും. പിന്നെ കൈ നോക്കണ ആൾക്കാർ, വാച്ച് നന്നാക്കണ ആൾക്കാർ, അതുപോലെ ജ്വല്ലറിക്കാർ, ഈ മാലയിൽ ഇതൊക്കെ പിടിപ്പിക്കാനുള്ള അങ്ങനെയുള്ള ജ്വല്ലറിക്കാരൊക്കെ ഈ ഹാൻഡ് ലെൻസായിട്ട് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കും. പിന്നെ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത് ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കണം മൈക്രോസ്കോപ്പിൽ, പിന്നെ അകലെയുള്ള വസ്തുക്കളെ അടുത്ത് കാണിക്കണത്, അടുത്തും വലുതായും കാണിക്കണത് ടെലസ്കോപ്പ്, അതിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കും. പിന്നെ ബൈനോക്കുലേഴ്സ്, പിന്നെ ക്യാമറ, പിന്നെ കണ്ണടകളുണ്ട്, അതുകൂടാതെ പ്രൊജക്ടർ, ഇവിടെയൊക്കെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കോൺവെക്സ് ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്താണ് എന്നുള്ളത്, ഇനി കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കോൺകേവ് ലെൻസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ലെൻസിൻ്റെ കണ്ടു മധ്യഭാഗം, മിഡിൽ പോയിൻ്റ്, അതിന് നമ്മൾ പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്റർ, അതുകൊണ്ടാണ് O എന്നുള്ള അക്ഷരം സൂചിപ്പിക്കുന്നത്. അപ്പോൾ കണ്ടു. അപ്പോൾ ഒരു ലെൻസിൻ്റെ മധ്യബിന്ദുവിനെ പ്രകാശിക കേന്ദ്രം എന്ന് പറയും. ഇനി ഈ ലെൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഗോള ഉപരിതലങ്ങളാണെന്ന് കണ്ടു. അപ്പോൾ ഈ ലെൻസ് അല്ലെങ്കിൽ ഈ ലെൻസായാലും രണ്ട് ഗോളങ്ങൾ കണ്ടു. ഇവിടെ നമുക്കൊരു സാങ്കല്പിക ഗോളം വരയ്ക്കാം, അതുപോലെ ഇപ്പുറത്തും വരയ്ക്കാം. അപ്പോൾ രണ്ട് സാങ്കല്പിക ഗോളങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ലെൻസിനെ കണക്കാക്കാം, ഈ കോൺവെക്സിനെയും കോൺകേവിനെയും. അപ്പോൾ ആ ഗോളങ്ങൾക്ക് ഒരു കേന്ദ്രം ഉണ്ടാവുമല്ലോ. ഈ ഗോളം ഇത് നമ്മളിങ്ങനെ സങ്കല്പിച്ചിങ്ങനെ മുഴുവനായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനൊരു കേന്ദ്രം ഉണ്ടാവും, ഇപ്പുറത്തും അതുപോലെ ഇപ്പുറത്തും ഉണ്ടാവും.
ഇവിടെയും നമുക്കൊരു സങ്കല്പികതായിട്ട് വരച്ചാൽ ഇപ്പുറത്തും ഉണ്ടാവും ഒരു കേന്ദ്രം. അതിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രം എന്ന് പറയും. അതുപോലെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഇതിനിങ്ങനെ ഒരു സാങ്കല്പിക ഗോളം സങ്കല്പിച്ചാൽ അതിനും ഒരു കേന്ദ്രം ഉണ്ടാവും. അതുപോലെ ഈ ഗോളോപരിതലം അതും നമുക്കിവിടെ വരയ്ക്കാം, ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ഇതിനെ വക്രതാ കേന്ദ്രം എന്ന് പറയും. ഇനി ഈ പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള അകലത്തിനെ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ, അതായത് വക്രതാ ആരം എന്ന് പറയും. അപ്പോൾ ലെൻസിൻ്റെ മധ്യബിന്ദുവിനെ ഒപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം എന്ന് പറയുന്നു. ആ ലെൻസ് എന്ന് പറയുന്നത് 2 ഗോളങ്ങളുടെ ഭാഗമാണ്. അതായത് സാങ്കല്പിക ഗോളങ്ങൾ നമുക്കിവിടെ വരച്ചാൽ ആ 2 ഗോളങ്ങൾക്കും ഓരോ കേന്ദ്രങ്ങളുണ്ട്. അതിനെ വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. പിന്നെ ആ പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള അകലത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ ആരം എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇനി അത് കൂടാതെ നോക്കൂ, ഈ 2 വക്രതാ കേന്ദ്രങ്ങളും കൂട്ടി ഒരു ലൈൻ വരച്ചാൽ, ഒരു രേഖ വരച്ചാൽ അതിനെ നമ്മൾ മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ 4 കാര്യങ്ങൾ മനസ്സിലായി. ഒപ്റ്റിക് സെൻറ്റർ, ലെൻസിൻ്റെ മധ്യഭാഗത്തിന് ഒപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം എന്ന് പറയും. ആ ലെൻസ് ഭാഗമായി വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രത്തെ സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രം എന്ന് പറയും. ഇനി ആ പ്രകാശിക കേന്ദ്രം തൊട്ട് വക്രതാ കേന്ദ്രം വരെ അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ളതിനെ റേഡിയസ് ഓഫ് കർവേച്ചർ, ആ ദൂരത്തെ പറയുന്നു. പിന്നെ ഈ 2 സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ ചേർത്ത് വരയ്ക്കുന്ന ആ രേഖയെ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ മുഖ്യ അക്ഷം എന്ന് പറയും. ഇനി 2 കാര്യങ്ങൾ കൂടി ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ്, അതായത് ഇത് നോക്കൂ, മുഖ്യാക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് ഈ നടുക്ക് വരച്ചിരിക്കുന്നത്, അതിൻ്റെ സമീപവും കണ്ടു അതിൻ്റെ അടുത്തും അതിന് സമാന്തരവുമായ പ്രകാശരശ്മികൾ ലെൻസിൽ വന്ന് തട്ടുമ്പോൾ എന്തുണ്ടാവും? റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അബോർത്തനം സംഭവിക്കും. എന്നിട്ട് ഈ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ ഒരു ബിന്ദുവിൽ കണ്ടു ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും, കൂടിച്ചേരും. അപ്പോൾ ആ ബിന്ദുവിനെ ഈ കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ്, മുഖ്യ ഫോക്കസ് എന്ന് പറയും. ഈ ഒപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം തൊട്ട് ഫോക്കസ് വരെയുള്ള അകലത്തെ ഫോക്കൽ ലെങ്ത് എന്ന് പറയും, ഫോക്കസ് ദൂരം എന്ന് പറയും. അപ്പോൾ മുഖ്യാക്ഷത്തിന് അടുത്തും സമാന്തരവുമായ പ്രകാശരശ്മികൾ കോൺവെക്സ് ലെൻസിൽ കൂടെ കടന്ന് റിഫ്രാക്ഷൻ സംഭവിച്ച് മുഖ്യാക്ഷത്തിലൊരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും. ആ ബിന്ദുവിനെ നമ്മൾ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ്, മുഖ്യ ഫോക്കസ് എന്ന് പറയും. ഇനി ആ ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് ഫോക്കസ് വരെയുള്ള അകലത്തെ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം എന്ന് പറയും. ഇനി കോൺകേവ് ലെൻസിലാണെങ്കിൽ കണ്ടോ, മുഖ്യക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരവും അടുത്തുള്ള പ്രകാശരശ്മികൾ കോൺകേവ് ലെൻസിൽ തട്ടി റിഫ്രാക്ഷൻ കണ്ടു അകന്നു പോകണുണ്ടോ, റിഫ്രാക്ഷൻ സംഭവിച്ച് പരസ്പരം അകലും, കണ്ടോ അകന്നു പോവും. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ഡോട്ടിട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതൊരു പോയിന്റിൽ നിന്ന് കണ്ടോ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ മുഖ്യാക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും പ്രകാശം. അപ്പോൾ ആ ബിന്ദുവാണ് കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺകേവ് ലെൻസിൽ പ്രകാശം ഈ മുഖ്യാക്ഷത്തിന് സമാന്തരവും അടുത്തുള്ളതുമായിട്ടുള്ള പ്രകാശരശ്മികൾ കോൺകേവ് ലെൻസിൽ തട്ടി റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അബോർത്തനം സംഭവിച്ച് അകന്നു പോവും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അത് ഈ മുഖ്യ ഫോക്കസിലെ ഒരു ബിന്ദുവിൽ നിന്ന് ഇങ്ങനെ വരുന്നതായിട്ട് തോന്നും. അപ്പോൾ ആ ബിന്ദുവിനെ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയും. ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് ഫോക്കസ് വരെയുള്ള അകലത്തെ ഫോക്കൽ ലെങ്ത്. ഫോക്കസ് കാണിക്കാൻ ക്യാപിറ്റൽ എഫും ഫോക്കസ് ദൂരം കാണിക്കാൻ സ്മോൾ എഫും ആണ് ഉപയോഗിക്കാറ്.
ഇനി ഇവിടെ നോക്കൂ, കോൺവെക്സ് ലെൻസ് ൻ്റെ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കൽ ദൂരം നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺവെക്സ് ലെൻസ് എടുക്കുക, ദൂരെയുള്ളൊരു വസ്തുവിനെ ഫോക്കസ് ചെയ്യുക. നമ്മൾ ആ ലെൻസും സ്ക്രീൻ, അതായത് ചുമര് മതി, തമ്മിലുള്ള അകലം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്ക്രീനിൽ നല്ലൊരു പ്രതിബിംബം ദൂരെയുള്ള വസ്തുവിൻ്റെ കിട്ടും. അപ്പോൾ ഈ ലെൻസ് മുതൽ സ്ക്രീൻ വരെയുള്ള അകലമാണ് ആ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത്. അപ്പോൾ അതിൻ്റെ ഫോക്കസിലാണ് ഈ പ്രതിബിംബം കിട്ടുന്നത്. അപ്പോൾ പ്രകാശത്തെ ഒരു പോയിന്റിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആർക്ക് പറ്റും? കൂടിച്ചേർക്കാൻ കോൺവെക്സ് ലെൻസിന് പറ്റും. അതുകൊണ്ട് കോൺവെക്സ് ലെൻസിനെ കൺവേർജിങ് ലെൻസ് എന്നും പറയും. കോൺകേവ് ലെൻസിലാണെങ്കിൽ ഇതുപോലെ കിട്ടില്ല. നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്താലും സ്ക്രീനിൽ അല്ലെങ്കിൽ ഭിത്തിയിൽ നമുക്ക് ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം പ്രകാശരശ്മികൾ കണ്ടോ അപവർത്തനം സംഭവിച്ച് അകന്നു പോവുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് എന്താണ്? അതിനെ ഡൈവേർജിങ് ലെൻസ് എന്ന് പറയും. ഡൈവേർജിങ് ലെൻസ് എന്ന് പറയും. ഇനി കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് യഥാർത്ഥമാണ്. കാരണം അത് വസ്തുവിൻ്റെ പ്രതിബിംബത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും. ചുമരിൽ നമുക്ക് പതിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ പറ്റും. ഇതിലങ്ങനെ പറ്റില്ല. ഒരു സ്ക്രീനിലോ അല്ലെങ്കിൽ ഒരു ഭിത്തിയിലോ നമുക്ക് ഇതിൻ്റെ പ്രതിബിംബത്തെ പതിപ്പിക്കാൻ പറ്റില്ല. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം നമുക്ക് സ്ക്രീനിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫോക്കസ് മിഥ്യ, വെർച്വൽ എന്ന് പറയും. ഇത് റിയൽ, യഥാർത്ഥ. ഇത് വെർച്വൽ, മിഥ്യയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺകേവ് ലെൻസിനെ ഡൈവേർജിങ് ലെൻസ് എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസിനെയും കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലെൻസ് കോൺവെക്സ് ആയാലും കോൺകേവ് ആയാലും അതിന് രണ്ട് വക്രതാ കേന്ദ്രങ്ങളുണ്ട്. കാരണം രണ്ട് ഗോളങ്ങളുടെ ഭാഗമാണ് ഒരു ലെൻസ്. അപ്പോൾ രണ്ട് വക്രതാ കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ രണ്ട് ഫോക്കസ്. ഇപ്പോൾ പ്രകാശം ഇവിടെ നിന്ന് വന്നപ്പോൾ ഇവിടെ ഫോക്കസ് ഉണ്ടായി. ഇനി പ്രകാശം ഇവിടെ നിന്നാണ് വരുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് വരുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്. അതുപോലെ ഇവിടെ അതെ, പ്രകാശം ഇവിടെ നിന്ന് വന്നുകൊണ്ട് ഇവിടെ കൂടിച്ചേർന്നു. ഇനി പ്രകാശം ഇവിടെ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് കൂടിച്ചേരും. അപ്പോൾ ഒരു ലെൻസിന് രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട്, രണ്ട് ഫോക്കസും ഉണ്ട്. ഏത് ലെൻസ് എടുത്താലും, അതായത് കോൺകേവ് കോൺവെക്സ് ഏതെടുത്താലും അതിന് രണ്ട് വക്രതാ കേന്ദ്രം, രണ്ട് വക്രതാരം, പിന്നെ രണ്ട് മുഖ്യ ഫോക്കസ് ഉണ്ട്. കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് മിഥ്യയാണ്. കാരണം എന്താ? അതിന് ഒരു സ്ക്രീനിൽ അല്ലെങ്കിൽ ഒരു ചുമരിൽ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവില്ല. പ്രകാശം അകന്നു പോവുക. അതുകൊണ്ട് ഡൈവേർജിങ് ലെൻസ്. ഇത് കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ കൂട്ടിച്ചേർത്തൊരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് അവിടെ പ്രതിബിംബം സ്ക്രീനിൽ അല്ലെങ്കിൽ ഭിത്തിയിൽ പ്രതിബിംബം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ ഫോക്കസ് യഥാർത്ഥമാണ്, റിയലാണ്. അത് വെർച്വൽ. കോൺകേവ് ലെൻസ് വെർച്വൽ, കോൺവെക്സ് ലെൻസ് റിയലാണ്. ഫോക്കസ് പ്രതിബിംബം ഉണ്ടാവും സ്ക്രീനിൽ, കോൺകേവ് ലെൻസിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും മനസ്സിലായിരിക്കും.